الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي بتقوى الله. قال الله تعالى في قرآنه الكريم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കളനുസരിച്ച് അങ്ങേയറ്റം തഖ്വയോടെ ജീവിക്കുവാൻ ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നു. ഒരു കുടുംബം എന്ന നിലക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മാതാപിതാക്കളോടുള്ള കടമകൾ, കുട്ടികളെ വളർത്തുന്നിടത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ അയൽപക്ക സാമൂഹിക ബന്ധങ്ങൾ തുടങ്ങി വിവിധ ബന്ധങ്ങളെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട ബാധ്യതകളും കടമകളും കടപ്പാടുകളുമാണ് കഴിഞ്ഞ ഏതാനും കുത്തുബകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ എല്ലാ കടമകളെക്കാൾ ഉപരി, അല്ലെങ്കിൽ അതിൻ്റെ ഒക്കെ ആദ്യമായി അള്ളാഹു നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന കാര്യം അള്ളാഹുവിനോടുള്ള കടമയാണ്. ശ്രദ്ധാവായ പടച്ച തമ്പുരാനോടുള്ള ബാധ്യതയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിൽ ഒട്ടനവധി ആയത്തുകളിൽ വിവിധ സന്ദർഭങ്ങളിലായി പ്രതിപാദിച്ചത് നമുക്കറിയാം. അതുകൊണ്ട് ഒരു വിശ്വാസിയുടെ ജീവിതം ക്രമപ്പെടുത്തേണ്ടത് അടിസ്ഥാനപരമായി ഏകദൈവ വിശ്വാസത്തിൻ്റെ അഥവാ അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ സാങ്കേതികമായി തൗഹീദ് എന്ന് പ്രയോഗിക്കാറുള്ള പദം, ആ തൗഹീദിൻ്റെ പ്രചരണത്തിന് വേണ്ടി നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ കാലത്ത് നടന്നിരിക്കുന്ന പ്രവർത്തനങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇത്രയും ശക്തമായി ഒരു നൂറ്റാണ്ടായി ഈ നാട്ടിൽ നമ്മൾ ഈ ഒരു ആദർശത്തിൻ്റെ പ്രബോധനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ വിശ്വാസത്തിന് ഇസ്ലാം നൽകിയിരിക്കുന്ന പ്രാധാന്യമാണ് നമുക്ക് ബോധ്യപ്പെടേണ്ടത്. അതിൽ ഏറ്റവും അടിത്തറയായി പഠിപ്പിക്കപ്പെടുന്നത് തൗഹീദിൻ്റെ യഥാർത്ഥത്തിലുള്ള അടിത്തറ തന്നെ കെട്ടിപ്പടുക്കപ്പെടുന്നത് ഒന്ന് തൗഹീദ് റുബൂബിയ്യത്താണ്, മറ്റൊന്ന് തൗഹീദ് ഉലൂഹിയ്യ, അതുപോലെ തന്നെ തൗഹീദ് അസ്മാഉ വസിഫാത്ത് എന്ന് പഠന സൗകര്യത്തിന് വേണ്ടി മൂന്നായി വിഭജിച്ചുകൊണ്ട് വിശദീകരിക്കപ്പെടാറുണ്ട്. മൂന്നും വ്യത്യസ്തമായ കാര്യങ്ങളല്ല, ഒന്ന് മറ്റൊന്നുമായി ബന്ധിതമാകുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വസ്തുതയുമാണ്. ഇതിലാദ്യമായി തൗഹീദ് റുബൂബിയ്യത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു അവനാണ് സ്രഷ്ടാവ് എന്നുള്ളത്. ആ സ്രഷ്ടാവ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവനോട് നന്ദി കാണിക്കാൻ കടപ്പെട്ടവരായ നമ്മൾ അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നുള്ള വസ്തുതയാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായി നമുക്ക് ബോധ്യപ്പെടേണ്ടത്, നമുക്ക് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ സാധിക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ തുടക്ക ഭാഗത്ത് അതിൻ്റെ 21-ാമത്തെ അധ്യായത്തിൽ മനുഷ്യരെ അഭിസംബോധന ചെയ്തുകൊണ്ട് നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന കാര്യങ്ങളാണ് ഞാൻ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. യാ അയ്യുഹന്നാസ്, ഏ മനുഷ്യരെ എന്ന അഭിസംബോധനയോടുകൂടി അള്ളാഹു പറഞ്ഞു, ഉബ്ദു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കുക, നിങ്ങളുടെ രക്ഷകരെ. നിങ്ങൾക്ക് ഓരോ സന്ദർഭങ്ങളിലും
എന്തെന്തെല്ലാം കാര്യങ്ങൾ വേണമോ അത് നിർവഹിച്ചുകൊണ്ട് നിങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്ന നിങ്ങളുടെ സൃഷ്ടാവും സംരക്ഷകനുമായ പടച്ച തമ്പുരാനെയായിരിക്കണം നിങ്ങൾ ആരാധിക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് അള്ളാഹു അവിടെ പറഞ്ഞത് അല്ലദീ ഖലഖക്കും, ആ റബ്ബ് ആരാകുന്നു എന്ന് നമുക്ക് പരിചയപ്പെടുത്തിയത് നിങ്ങളെ സൃഷ്ടിച്ചവൻ, വല്ലദീന മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചിരിക്കുന്നവൻ എന്നാണ്. അപ്പോൾ ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്ന, ധർമ്മനിഷ്ഠ പാലിക്കുന്ന ഭയഭക്തന്മാരായേക്കാം എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിച്ച് നോക്കുക, അള്ളാഹുവിനെ ആരാധിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആദ്യമായി അള്ളാഹു നമ്മളോട് ഓർമ്മപ്പെടുത്തിയിരിക്കുന്ന കാര്യം അവനാണ് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്, നമുക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യമാണ്. തുടർന്നുകൊണ്ട് അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ വസ്സമാഅ ബിനാഅ, അവൻ ഭൂമിയെ സംവിധാനിച്ചിരിക്കുന്നു, ഭൂമിയെ നിങ്ങൾക്കൊരു വിരിപ്പാക്കി തന്നിരിക്കുന്നു. വസ്സമാഇ ബിനാഅ, ആകാശത്തെ നിങ്ങൾക്കൊരു മേൽപ്പുരയുമാക്കിയിരിക്കുന്നു. വഅൻസല മിനസ്സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി മിനസ്സമറാത്തി റിസ്ഖൻ ലക്കും, ആകാശത്തു നിന്ന് വെള്ളമിറക്കുകയും അതിലൂടെ കൃഷി ഉൽപ്പാദിപ്പിക്കുകയും കായ്കനികൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു, നിങ്ങൾക്ക് ഭക്ഷണം എന്ന നിലയ്ക്ക് ഉപജീവനമായി. എന്നിട്ട് അള്ളാഹു പറഞ്ഞു ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ, നിങ്ങൾ അവന് സമന്മാരെ കൽപ്പിക്കാൻ പാടില്ല, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് എന്ന് അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു. നമ്മൾ ആലോചിച്ചു, ഇവിടെ ഏതാനും സുപ്രധാനമായിരിക്കുന്ന കാര്യങ്ങളാണ് അള്ളാഹു എടുത്തു പറഞ്ഞിരിക്കുന്നത്. അതിലൊന്നാമതായി പറഞ്ഞത് നമ്മളുടെ സൃഷ്ടാവാകുന്നു എന്നുള്ളത്. നമ്മെയും നമുക്ക് മുമ്പുള്ളവരെയും മനുഷ്യകുലത്തെ മുഴുവനും സൃഷ്ടിച്ച് സംവിധാനിച്ചിരിക്കുന്നു എന്നതാണ് അള്ളാഹു ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. ആദ്യമായി ഇറങ്ങിയിരിക്കുന്ന ഖുർആൻ വചനം നമുക്ക് സുപരിതമാണ്. അള്ളാഹു പറഞ്ഞത് ഇത്ര ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നാണ്. നീ വായിക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് ആഹ്വാനം ചെയ്തു. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ചവനായ രക്ഷകന്റെ നാമത്തിൽ വായിക്കുക എന്നാണ്. ഖലഖൽ ഇൻസാന മിൻ അലഖ്, മാതാവിന്റെ ഗർഭാശയത്തിനകത്ത് ഒട്ടിപ്പിടിച്ച് തൂങ്ങി നിൽക്കുന്ന ഭ്രൂണാവസ്ഥയിൽ നിന്നും മനുഷ്യനെ സൃഷ്ടിച്ച് സംവിധാനിച്ചിരിക്കുന്നു എന്ന് തുടർന്ന് കൊണ്ട് ഉണർത്തുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ ആലോചിച്ച് നോക്കുക, ഇപ്പം നമ്മുടെ സൃഷ്ടാവ് എന്ന നിലക്ക് നമുക്ക് അള്ളാഹുവിനെ ആദ്യമായി പരിചയപ്പെടാൻ സാധിക്കേണ്ടത്, നമ്മൾ ആലോചിക്കേണ്ട, നമ്മൾ പഠിക്കേണ്ട, നമ്മൾ ചിന്തിക്കേണ്ട ഗൗരവകരമായ ഒരു വിഷയമായിട്ട് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലെ ആദ്യമായി ഇറങ്ങിയിരിക്കുന്ന വചനം നിങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്ന റബ്ബിൻ്റെ നാമത്തിൽ വായിക്കുക എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് നമ്മുടെ ചിന്തയെയും നമ്മുടെ പഠനത്തെയും നമ്മുടെ അന്വേഷണത്തെയും നമ്മുടെ വായനയെയും എല്ലാ കാര്യങ്ങളെയും അള്ളാഹു അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ആരംഭിക്കുന്നത്. അത് അള്ളാഹുവിൻ്റെ നാമത്തിലായിരിക്കണം എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ നാമത്തിൽ നമ്മൾ പഠിക്കാൻ സന്നദ്ധമാകുന്ന ഒരു സാഹചര്യത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ആലോചിച്ച് നോക്കൂ, മനുഷ്യ ശരീരം എന്നുള്ളത് വലിയ ഒരു അത്ഭുതം തന്നെയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ശരീരത്തിൽ ഓരോ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ പഠിച്ചാൽ, നമ്മൾ അതിനെക്കുറിച്ച് വിലയിരുത്തിയാൽ, നമ്മുടെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ പഠന വിധേയമാക്കുമ്പോൾ അത്ഭുതകരമായിരിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ സ്വന്തം ശരീരത്തിൽ പോലുമുള്ളത്. അതുകൊണ്ടാണ് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത് വഫിൽ അർളി ആയാത്തുൻ ലിൽ മുഅ്മിനീൻ, ദൃഢവിശ്വാസമുള്ള ആളുകൾക്ക് ഭൂമിയിൽ ദൃഷ്ടാന്തമുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറഞ്ഞു വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ, നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ദൃഷ്ടാന്തമുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് കണ്ടറിയുന്നില്ല. അപ്പോൾ നമുക്ക് നമ്മിൽ തന്നെ ദൃഷ്ടാന്തങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തിലേക്ക് നോക്കിയാൽ നമുക്ക് അവിടെ ദൃഷ്ടാന്തം കാണാൻ സാധിക്കും എന്നാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത്. ഹുവല്ലദീ യുസവ്വിറുകും ഫിൽ അർഹാം, അള്ളാഹു നമുക്ക് വിശദീകരിച്ചിരിക്കുകയാണ്, നമ്മെ ഗർഭാശയത്തിനകത്ത് അവൻ സംവിധാനിച്ചിരിക്കുന്ന, അവൻ രൂപപ്പെടുത്തിയിരിക്കുന്ന ആ ഒരു അവസ്ഥ. കൈഫ യശാ, അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിലാണ് അതിനെ സംവിധാനിച്ചിരിക്കുന്നത്. ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ മറ്റൊരു ആരാധ്യമില്ല. അൽ അസീസുൽ ഹക്കീം, അവൻ പ്രതാപശാലിയും വ്യക്തിമാനുമാകുന്നു എന്ന് അള്ളാഹു ഓർമ്മപ്പെടുന്നു. അപ്പോൾ അള്ളാഹു നമ്മെ രൂപപ്പെടുത്തിയിരിക്കുന്നത് തന്നെ, ഗർഭാശയത്തിനകത്ത് നമ്മെ രൂപപ്പെടുത്തിയിരിക്കുന്നത് പോലും വലിയ സംവിധാനമാണ്. അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിലാകുന്നു എന്നാണ്. ലോകത്ത് കോടിക്കണക്കിൽ മനുഷ്യർ ജീവിച്ചു കൊണ്ടിരിക്കുന്നു, കോടിക്കണക്കിൽ മനുഷ്യർ മരണപ്പെട്ടു പോയിട്ടുണ്ട്, ഇനിയും കോടിക്കണക്കിൽ മനുഷ്യർ വരാനിരിക്കുന്നു. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ മുഴുവൻ മനുഷ്യരെയും യഥാർത്ഥത്തിൽ അള്ളാഹു സൃഷ്ടിച്ച് സംവിധാനിച്ച് അതിനെ രൂപപ്പെടുത്തിയിരിക്കുന്നത് ഒരാളെ മറ്റൊരാളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിക്കൊണ്ടാണ്. അല്ലാതിരുന്നാൽ എത്ര അപകടകരമായിരിക്കുമെന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മുടെ മകൻ്റെ അതേ രൂപത്തിൽ മറ്റൊരു മനുഷ്യൻ ഈ ലോകത്തുണ്ടെങ്കിൽ നമുക്ക് മകനെ തിരിച്ചറിയാൻ കഴിയുമോ? നമ്മുടെ ഭാര്യയുടെ അതേ രൂപത്തിൽ മറ്റൊരു സ്ത്രീ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നു എങ്കിൽ നമുക്ക് നമ്മുടെ ഭാര്യയെ തിരിച്ചറിയാൻ സാധിക്കുമോ?
അങ്ങനെ ഓരോന്നും നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുക. അല്ലാഹു യുസവ്വിറുക്കും ഫിൽ അർഹാം, നമ്മെ ഗർഭാശയത്തിനകത്ത് അള്ളാഹു രൂപപ്പെടുത്തിയിരിക്കുന്ന ആ സംവിധാനം പോലും എത്ര അത്ഭുതകരമാകുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു. അപ്പോൾ നമ്മൾ ആ സൃഷ്ടിപ്പിനെ കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. അള്ളാഹു അതിനെ സംവിധാനിച്ചിരിക്കുന്ന ഏർപ്പാടുകളെ കുറിച്ച്, ആ വൈവിധ്യം, ആ വ്യത്യസ്തത, ആ പ്രത്യേകത ഓരോ നിലക്കും നമ്മൾ കണ്ടാൽ അതിൻ്റെ പ്രത്യേകതകൾ, ആ മുഖഭാവത്തിലുള്ള പ്രത്യേകതകൾ, അതുപോലെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്തിനേറെ ഓരോ മനുഷ്യന്റെ വിരൽ തലപ്പുകളിൽ പോലും നമുക്ക് പാഠമുണ്ട്. ബലാ ഖാദിരീന അലാ നുസവ്വിയ ബനാന എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നുണ്ട്. തികച്ചും വ്യത്യസ്തമാകുന്നു എന്നുള്ളത് കൊണ്ടാണല്ലോ ഫിംഗർ പ്രിന്റ് ഇന്ന് ഏറ്റവും വലിയ തെളിവാണ്. മനുഷ്യനെ തിരിച്ചറിയാനുള്ള ഏറ്റവും വലിയ തെളിവായി ശാസ്ത്രീയമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ് ഫിംഗർ പ്രിന്റ്. എന്തിനാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ പോലും ഓണാക്കണമെങ്കിൽ നമ്മുടെ വിരൽ വെച്ച് കൊടുക്കേണ്ടത് നമുക്ക് വിരൽ കൊണ്ട് ലോക്ക് ചെയ്യാൻ സാധിക്കുന്നു. ലോകത്തുള്ള മറ്റൊരാളുടെ വിരൽ കൊണ്ടുവന്ന് ഇതിൽ അമർത്തിയാലും എൻ്റെ മൊബൈൽ തുറക്കുകയില്ല. എങ്ങനെ സാധിക്കുന്നു എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ വൈവിധ്യമാണ്, ഈ വ്യത്യസ്തതയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അള്ളാഹുവിൻ്റെ ആ സൃഷ്ടി വ്യവസ്ഥ, അവൻ നമ്മെ യുസവ്വിറുക്കും ഫിൽ അർഹാം എന്നുള്ള പ്രയോഗം എത്ര അർത്ഥവത്താകുന്നു, എത്ര ശ്രദ്ധേയമാകുന്നു എന്ന് നമ്മൾ പരിശോധിക്കുക. തുടർന്നുകൊണ്ട് അള്ളാഹു പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ യഖ്ലുഖുകും ഫീ ബുതൂനി ഉമ്മഹാത്തികും ഖൽഖൻ മിൻ ബഅദി ഖൽഖിൻ, ഗർഭാശയത്തിനകത്ത് നമ്മൾ സൃഷ്ടിച്ച് നമ്മെ വളർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന വിവിധ ഘട്ടങ്ങളെ അള്ളാഹു സൂചിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും. അവിടെ എല്ലാം അള്ളാഹു നേരത്തെ പറഞ്ഞിരിക്കുന്ന ബീജഗണമായിരുന്നാലും മിൻ നുത്ഫത്തിൻ എന്ന് ഖുർആൻ പ്രയോഗിച്ചത് കാണാം. പിന്നീട് അത് കൂടിച്ചേർന്നിരിക്കുന്ന അലഖ് എന്ന് പ്രയോഗിക്കുന്ന ഭ്രൂണാവസ്ഥയിലേക്കുള്ള, ഭ്രൂണവും ബീജവും അണ്ഡവും കൂടിച്ചേർന്ന് ഭ്രൂണാവസ്ഥയായി രൂപപ്പെട്ട് മാതാവിന്റെ ഗർഭാശയത്തിനകത്ത് ഒട്ടിപ്പിടിച്ച് തൂങ്ങി നിൽക്കുന്ന അവസ്ഥയിലുള്ള അവിടുന്ന് ഇങ്ങോട്ടുള്ള വളർച്ചയുടെ ഘട്ടങ്ങൾ. അവിടെ രക്തപിണ്ഡമായും മാംസപിണ്ഡമായും എല്ലുകൾ, മറ്റ് സംവിധാനങ്ങൾ ഉണ്ടാക്കി അവന് ജീവൻ നൽകിയിരിക്കുന്ന, അതിലൂടെ 9 മാസവും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒരു പൂർണ്ണമായ കുഞ്ഞായി രൂപാന്തരം പ്രാപിച്ചുകൊണ്ട് ഗർഭാശയത്തിനകത്ത് പുറത്തുവെക്ക് വീഴുന്ന ഒരു സ്വതന്ത്രനായ വ്യക്തിത്വത്തെ നമ്മൾ പരിശോധിക്കുക. അള്ളാഹു അതിനെ 3 ഇരുട്ടുകൾ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. മാതാവിന്റെ ഗർഭാശയത്തിനകത്ത്, വയറ്റിനകത്തുള്ള 3 ഇരുട്ടുകൾ എന്നാണ്. വിവിധ രൂപത്തിൽ അതിന് വിശദീകരണം നൽകിയിട്ടുണ്ട്. ശാസ്ത്രീയമായി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ സാധിക്കും. ബാഹ്യമായി തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന വയറും അതിൻ്റെ ഉള്ളും അതിൻ്റെ ഗർഭാശയവും ആ രൂപത്തിൽ. ഗർഭാശയത്തിനകത്ത് തന്നെ 3 പ്രത്യേകമായിരിക്കുന്ന സംവിധാനങ്ങളുള്ള അറക്കുള്ളിൽ സുരക്ഷിതമായി ഒരു ഭ്രൂണം, ഒരു മനുഷ്യ കുഞ്ഞ് വളർന്നു വരാൻ അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന സംവിധാനങ്ങൾ, ഇതൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് വളരെയധികം പഠിക്കാനും ചിന്തിക്കാനും സാധിക്കുന്ന കാര്യമാണ്. ഓരോന്നും നമ്മൾ പരിശോധിച്ച് നോക്കും. വളരെ ലളിതമായി നമുക്ക് മനസ്സിലാക്കാവുന്ന, നമുക്ക് എന്ത് രോഗം വന്നാലും നമ്മൾ ടെസ്റ്റ് ചെയ്യാറുള്ളത് നമ്മുടെ ബ്ലഡാണ്. ഈ ബ്ലഡിൽ എന്തെല്ലാം കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കുമെന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ലേബിൽ ചെന്ന് ബ്ലഡ് പരിശോധിക്കുന്ന ലിസ്റ്റ് ഒന്ന് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഈ ബ്ലഡിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ്. നമ്മൾ അതിൽ ഓരോ കാര്യങ്ങളും എടുത്ത് വിലയിരുത്തിക്കൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യാവസ്ഥ നമുക്ക് വിലയിരുത്താൻ ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി രോഗനിർണയം നടത്താൻ ബ്ലഡ് ടെസ്റ്റ് കൊണ്ട് സാധിക്കുന്നു എങ്കിൽ ആ ബ്ലഡിനകത്ത് നിലനിൽക്കുന്ന സംവിധാനങ്ങൾ എന്തൊക്കെയാണ്, അതിലൂടെ നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താകുന്നു നമ്മൾ പരിശോധിച്ച് നോക്കുക. ദ്രാവക രൂപത്തിലുള്ള രക്തം നമ്മുടെ ശരീരത്തിലൂടെ നിരന്തരമായി ഒഴുകിക്കൊണ്ടിരിക്കാൻ അതിന് അള്ളാഹു ഏർപ്പെടുത്തിയിരിക്കുന്ന സംവിധാനം എങ്ങാനും നിലച്ചു പോവുകയും ആ രക്തം കട്ട പിടിക്കുകയും ചെയ്താൽ നമ്മുടെ ജീവൻ പോലും നഷ്ടപ്പെട്ടു പോകും എന്ന് നമുക്ക് ബോധ്യപ്പെടും. അതേ സന്ദർഭത്തിൽ ഒരു മുറിവ് പറ്റി പുറത്തേക്ക് ഒഴുകുന്ന രക്തമെങ്ങാനും കട്ട പിടിക്കാതെ പോയാൽ ആ രക്തം വാർന്നൊഴുകിയിട്ട് മനുഷ്യന് മരണം സംഭവിക്കും എന്നതും യാഥാർത്ഥ്യമാണ്. വളരെ ലളിതമായി നമുക്ക് ചിന്തിക്കാൻ വേണ്ടി മാത്രമാണ് സൂചിപ്പിച്ചത്. രക്തം എന്നുള്ള ഒരു അത്ഭുത പ്രതിഭാസം മാത്രം നമ്മുടെ ശരീരത്തിലെ ആവശ്യമായിരിക്കുന്ന സാധനങ്ങൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചു കൊടുക്കുവാനുള്ള ഒരു ഗതാഗത സംവിധാനം എന്ന നിലയ്ക്ക് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ, അവിടെയുള്ള മാലിന്യങ്ങളെ പുറന്തള്ളാൻ ആവശ്യമായിരിക്കുന്ന സൗകര്യങ്ങൾ നമ്മളെടുത്ത് വിലയിരുത്തിയാൽ, അതുപോലെ തന്നെ നമ്മുടെ ജീവൻ നിലനിൽപ്പിന് ആവശ്യമായ രൂപത്തിൽ ദ്രാവകാവസ്ഥയിലും അതേ സന്ദർഭത്തിൽ മുറിവ് പറ്റുമ്പോൾ അത് കട്ടപിടിക്കാൻ ആവശ്യമായ ലക്ഷക്കണക്കിൽ പ്ലേറ്റ്ലെറ്റുകൾ നമ്മുടെ രക്തത്തിനകത്ത്, നമ്മളപ്പോഴാണല്ലോ അതിന്റെ കൗണ്ട് കൂടി കൗണ്ട് കുറഞ്ഞു, അപ്പൊ കൗണ്ട് കുറഞ്ഞതുകൊണ്ട് ഇന്ന രോഗമാണ്, ഇന്ന രോഗത്തിന് സാധ്യതയുണ്ട് എന്നൊക്കെ നമ്മൾ വിലയിരുത്തും. നമുക്ക് സുപരിചിതമായ വാക്കാണ് ഇന്ന് കൗണ്ട് എന്നുള്ളത്. രക്തത്തിലെ കൗണ്ടിന്റെ കുറവും ഏറ്റക്കുറച്ചിലുകൾ. ആ ഏറ്റക്കുറച്ചിലുകൾ ശരീരത്തിന്റെ സാധാരണ നടത്തിപ്പിനുണ്ടാക്കുന്ന പ്രയാസങ്ങൾ. കുറഞ്ഞാലും പ്രശ്നമാണ്, കൂടിയാലും പ്രശ്നമാണ്.
അതിൻ്റെതായ ഒരു സമതുലനാവസ്ഥയിൽ അതിനെ സംവിധാനിച്ച് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന പടച്ച തമ്പുരാൻ അള്ളാഹു നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഓരോന്നും നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മറ്റു പ്രവർത്തനങ്ങൾ, ഭക്ഷണം കഴിച്ച് ഏതാനും സമയം കഴിഞ്ഞ് വിസർജനത്തിനു വേണ്ടി പോയി ഇരുന്നു കൊടുക്കുക എന്നതിലപ്പുറം എനിക്കും നിങ്ങൾക്കും യാതൊരു ബന്ധവും ആ കാര്യത്തിലില്ല. അതിൻ്റെ ദഹന പ്രക്രിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംവിധാനങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ആലോചിക്കുക. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ശരീരത്തിനകത്തുള്ള പ്രവർത്തനങ്ങൾ. ഇനി ബാഹ്യമായും ആന്തരികമായും അവയവങ്ങൾ. അള്ളാഹു പറഞ്ഞു, വഹുവല്ലദീ അൻശഅലക്കും അസ്സംഅ വൽ അബ്സാറ വൽ അഫ്ഇദത ഖലീലൻ മാ തഷ്കുറൂൻ. അവൻ നിങ്ങൾക്ക് കേൾവി നൽകിയിരിക്കുന്നു, അവൻ നിങ്ങൾക്ക് കാഴ്ച നൽകിയിരിക്കുന്നു, അതുപോലെ നിങ്ങൾക്ക് ബുദ്ധി നൽകിയിരിക്കുന്നു. പക്ഷേ നിങ്ങൾ കുറച്ച് മാത്രമാണ് നന്ദി കാണിക്കുന്നത്. കേൾവിയും കാഴ്ചയും ഒക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുക. അതിന് തകരാറ് സംഭവിച്ചാൽ അതിൻ്റെ പ്രയാസങ്ങൾ നമ്മൾ വിലയിരുത്തുക. മറ്റ് സംവിധാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മനുഷ്യരുടെ കാഴ്ചയും കേൾവിക്കുമുള്ള സവിശേഷതകൾ നമ്മൾ പരിശോധിക്കുക. നമ്മുടെ ചുറ്റുപാടുമുള്ള ജന്തുജാലങ്ങളും കാണുന്നു, നമ്മുടെ ചുറ്റുപാടുമുള്ള ജന്തുജാലങ്ങൾ കേൾക്കുന്നു. പക്ഷേ അവയുടെ കാഴ്ചയും കേൾവിയും മനുഷ്യൻ്റെ കാഴ്ചയും കേൾവിയും എവിടെ മാറി നിൽക്കുന്നു എന്ന് നമ്മൾ ലളിതമായി പരിശോധിച്ച് നോക്കും. നമുക്കൊരു ചെടി കണ്ടാൽ സ്വാഭാവികമായും അതിലെന്തെല്ലാം കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയും. അതിൻ്റെ വളർച്ച എങ്ങനെയാണ്, അതിൻ്റെ വേരെങ്ങനെയാണ്, അതിൻ്റെ ഇല സംവിധാനിച്ചിരിക്കുന്നത്, അതിൻ്റെ കായ്കനികൾ എന്താണ്, അതിൽ പോഷകഘടകങ്ങൾ എന്താണ്, അതിൻ്റെ വർധനവുള്ള മാർഗങ്ങൾ എന്താണ് തുടങ്ങി ഒരു ചെറിയ ചെടി കിട്ടിയാൽ മനുഷ്യൻ അതിൻ്റെ ഓരോ ചെറിയ ഭാഗങ്ങളും അടർത്തിയെടുത്ത് പരിശോധിച്ചുകൊണ്ട് വിവിധങ്ങളായ പഠനങ്ങൾ നടത്തി സസ്യശാസ്ത്രം എന്ന വലിയ ഒരു ശാസ്ത്രശാഖ തന്നെ പടർന്ന് പന്തലിച്ചിരിക്കുന്നു. ഒരു പട്ടിയെ കാണുമ്പോൾ കാലോ പൊക്കി വെച്ച് മൂത്രമൊഴിക്കണമോ എന്നേ ആലോചിക്കാനുള്ളൂ. ഒരു പശുക്കുട്ടിക്ക് ആ ചെടി കണ്ടാൽ ഒന്ന് മണത്ത് നോക്കിയിട്ട് കടിച്ച് ഭക്ഷിക്കാൻ പറ്റുമോ എന്നേ ആലോചിക്കേണ്ടതുള്ളൂ. അതും കാണുന്നു, നമ്മളും കാണുന്നു. പക്ഷേ നമ്മൾ കാണുന്ന വ്യത്യാസം എന്താണ്? അവിടെ നമ്മൾ ആലോചിക്കണം. അത്രയും കാഴ്ച ശക്തിയുള്ള, കാഴ്ചയ്ക്ക് പ്രത്യേകതകളുള്ള, കേൾവി ശക്തിയുള്ള, കേൾവിക്ക് പ്രത്യേകതകളുള്ള, അതിനെല്ലാം തിരിച്ചറിയാൻ കഴിയുന്ന, ഒന്ന് കണ്ടാൽ അതിൻ്റേതായ മെസ്സേജ് നമ്മുടെ തലച്ചോറിലെത്താനും അവിടുന്നോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് തിരിച്ചിങ്ങോട്ട് മെസ്സേജ് ലഭിക്കാനുമൊക്കെയുള്ള നമ്മുടെ ശരീരത്തിനകത്തുള്ള സംവിധാനങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുക. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്ന വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ, നിങ്ങളുടെ സ്വന്തം ശരീരത്തിൽ തന്നെ നിങ്ങൾക്ക് ഒട്ടനവധി ദൃഷ്ടാന്തങ്ങൾ ഉണ്ടായിരുന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ട് കണ്ടറിയുന്നില്ല എന്നതാണ് അള്ളാഹുവിൻ്റെ ചോദ്യം. അത് നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കൂ, അള്ളാഹു നമുക്ക് ഇത് തന്നിരിക്കുന്ന മറ്റു കാര്യങ്ങൾ. അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനം വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ. അള്ളാഹു പറഞ്ഞു, അവൻ നിങ്ങൾക്ക് 2 കണ്ണുകൾ തന്നില്ലയോ, ഒരു നാക്ക് തന്നില്ലയോ, 2 ചുണ്ടുകൾ തന്നില്ലയോ എന്നൊക്കെ അള്ളാഹു വളരെ വിശദമായി തന്നെ നമ്മളോട് ചോദിക്കുന്നതായി കാണാൻ സാധിക്കും. എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ ഓർമ്മിക്കുന്നു, സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ അല്ലദീ ഖലഖ ഫസവ്വ. അള്ളാഹുവിനെ നമ്മൾ മഹത്വപ്പെടുത്തുന്നു, അവനെ സ്തോത്രകീർത്തനം ചെയ്യുന്നു, അവൻ്റെ ഉന്നതിയെ നമ്മൾ വാഴ്ത്തുന്നു എന്ന് നമ്മൾ പറയുന്നു. അവൻ എല്ലാറ്റിനെയും സൃഷ്ടിച്ച് സംവിധാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ സൃഷ്ടിപ്പിനെ കുറിച്ച് നമ്മൾ പഠിക്കുക എന്നുള്ളത് വലിയ അനുഗ്രഹമായിട്ട്, വലിയ കാര്യമായിട്ട് തന്നെയാണ് അള്ളാഹു എടുത്തു പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. വളരെ ചെറുതായിട്ട് നമ്മൾ പരിശോധിച്ച് നോക്കൂ. അള്ളാഹു നമ്മുടെ ശരീരത്തിലെ പോലെ തന്നെ നമുക്ക് വേണ്ടി അള്ളാഹു ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ജീവൻ്റെ നിലനിൽപ്പിന് ആവശ്യമായിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ, അതുപോലും ലഭിക്കാൻ അള്ളാഹു ഉണ്ടാക്കിയിരിക്കുന്ന സംവിധാനങ്ങൾ എത്ര മഹത്തരമാകുന്നു. ഹുവല്ലദീ അൻസല മിനസ്സമാഇ മാഅ, അള്ളാഹു പറഞ്ഞു, അവൻ ആകാശത്തു നിന്നും വെള്ളമിറക്കിയിരിക്കുന്നു. ലക്കും മിൻ, അവിടെ നമുക്ക് മാഅല്ലക്കും മിൻഹു ഷറാബുൻ വമിൻഹു ഷജറുൻ ഫീഹി തുസീമൂൻ, അതിൽ നിങ്ങൾക്ക് കുടിക്കുവാനുള്ള പാനീയമുണ്ട്, വെള്ളമുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ കാലികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മേഞ്ഞു നടക്കാനുള്ള സസ്യങ്ങളുണ്ട്. യുംബിതുലക്കും ബിഹി സർഅ, അവൻ ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നു. വസൈത്തൂന, ഒലീവും, വന്നഹീല, ഈത്തപ്പനയും, വല്ല അനാബ, മുന്തിരിയും, വമിൻ കുല്ലി സമറാത്ത്, എല്ലാ ഫലവർഗ്ഗങ്ങളും നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഇന്ന ഫീ ദാലിക ലആയതൻ ലിഖൗമിൻ യതഫക്കറൂൻ. എന്നിട്ട് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ചിന്തിച്ച് മനസ്സിലാക്കുന്ന ആളുകൾക്ക് വേണ്ടി ഇതിലെല്ലാം വളരെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് അള്ളാഹു സൂചിപ്പിക്കുകയും ചെയ്യുന്നു. ഓരോന്നും നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കും. വെള്ളമാകട്ടെ, കായ്കനികളാകട്ടെ, ഫലമാകട്ടെ, സസ്യലതാദികളാകട്ടെ, മനുഷ്യൻ്റെ ജീവൻ്റെ നിലനിൽപ്പിന് ആവശ്യമായിരിക്കുന്ന എന്തെല്ലാം ഭക്ഷ്യവസ്തുക്കളുണ്ടോ ആ ഭക്ഷ്യവസ്തുക്കളെല്ലാം വിവിധ തരങ്ങളിൽ വിവിധ പോഷക ഘടകങ്ങൾ, വിവിധ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന രൂപത്തിൽ ഈ പ്രപഞ്ചത്തിലെ സസ്യലോകത്തെ സൃഷ്ടിച്ച് സംവിധാനിച്ചു വെച്ചിരിക്കുന്ന അള്ളാഹുവിൻ്റെ ആ സൃഷ്ടിപ്പ് നമ്മൾ ആലോചിക്കേണ്ടതാണ്. അതുപോലെ തന്നെ അള്ളാഹു പറയുന്നു, ഫൽ യൻദുരിൽ ഇൻസാനു ഇലാ തുആമിഹി, അവൻ അവൻ്റെ ഭക്ഷണത്തിലേക്ക് നോക്കുന്നില്ലേ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അന്നാ സബബിനൽ മാഅ സബ്ബ, ശക്തിയായി മഴ വർഷിക്കുന്ന, കുത്തിയൊഴുകി വരുന്ന വെള്ളം,
അതെത്ര അത്ഭുതകരമായ സംവിധാനമാകുന്നു. സുമ്മ ഷഖഖനൽ അർള ഷഖ്ഖ, എന്നിട്ട് ഭൂമിയെ അത് പിളർത്തിക്കൊണ്ട് മുന്നോട്ട് വരുന്നു. ഫഅംബത്നാ ഫീഹാ ഹബ്ബ, അതിൽ നിന്ന് ധാന്യമളികൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. വഇനബൻ വഖൽബ, അതിൽ മുന്തിരിയും പച്ചക്കറികളുമുണ്ട്. വസൈത്തൂനം വനഹല, അതുപോലെ തന്നെ അവിടെ സൈത്തൂനും ഒലീവും ഈത്തപ്പഴവുമുണ്ട്. വഹദായിഖ ഉൽബ, ഇടതൂർന്നു തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന തോപ്പുകൾ, അവിടെ സസ്യലതാദികൾ, ആ സസ്യലതാദികളുണ്ട്. വഫാഖിഹത്തൻ വഅബ്ബ, പഴവർഗ്ഗങ്ങളും പുല്ലുകളുമുണ്ട്. മതാഅല്ലക്കും വലിയ അൻആമിക്കും, നിങ്ങൾക്ക് തിന്നാൻ ആവശ്യമായിരിക്കുന്ന വിഭവങ്ങൾ, അതോടൊപ്പം കന്നുകാലികൾക്കും. ആലോചിച്ച് നോക്കൂ നമ്മൾ. അപ്പോൾ മനുഷ്യൻ്റെ ശരീരം മാത്രമല്ല, അവൻ്റെ സൃഷ്ടി സംവിധാനം മാത്രമല്ല, ഇതിനെ ബാക്കി എല്ലാ നിലക്കും ഇതിനെ സൃഷ്ടിച്ച് സംവിധാനിച്ചു വെച്ചിരിക്കുന്ന അള്ളാഹുവിൻ്റെ സൃഷ്ടി മഹാത്മ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമുക്ക് നാം ലഭിച്ചുകൊണ്ടിരിക്കുന്ന മൂക്കറ്റം തിന്ന് അൽഹംദുലില്ലാ പറയാൻ പോലും സന്മനസ് കാണിക്കാത്ത നമ്മൾ, ബിസ്മില്ലാഹി അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ ആരംഭിക്കാത്ത നമ്മൾ, വെള്ളം കുടിക്കുമ്പോൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് വെള്ളം കുടിക്കാൻ സാധിക്കാത്ത നമ്മൾ, എവിടെയാണ് നമ്മൾ അള്ളാഹുവിനോട് നന്ദി കാണിക്കാത്തത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഓരോ കാര്യങ്ങളും നമ്മളെടുത്ത് വിലയിരുത്തിയാൽ അള്ളാഹുവിൻ്റെ ഈ സൃഷ്ടി വ്യവസ്ഥ, അവൻ്റെ ഈ സൃഷ്ടി സംവിധാനം നോക്കൂ നമ്മൾ. വഹുവല്ലദീ സഖറൽ ബഹറ ലിതഅകുലൂ മിൻഹു ലഹ്മൻ ത്വരിയ്യൻ വതഖ്തലിജൂ മിൻഹു ഹിൽയതൻ തൽബസൂലഹാ. അള്ളാഹു നമ്മളോട് പറഞ്ഞു, അവൻ നിങ്ങൾക്ക് സമുദ്രത്തെ സംവിധാനിച്ചിരിക്കുന്നു. സമുദ്രത്തിൽ നിങ്ങൾക്ക് ഫ്രഷ് മത്സ്യമാണ് കിട്ടുന്നത്, ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള പെരിയ ലഹമൻ പെരിയ, പുതുമാംസം നിങ്ങൾക്ക് ലഭിക്കുന്നു, ഫ്രഷ് ആയിട്ടുള്ള മത്സ്യം. നോക്കൂ നമ്മൾ, വേറെ എന്തിനും നമ്മൾ കുറേ അധ്വാനിക്കണം, പണിയെടുക്കണം, ഇതിനൊരു മുടക്കില്ലല്ലോ. നമ്മൾ വാങ്ങുന്നത് ആയിരക്കണക്കിന് ഉറുപ്പിക കൊടുത്താന്നുള്ളത് വേറെ കാര്യം. പക്ഷെ സമുദ്രത്തിൽ ഈ മത്സ്യം ഉണ്ടാവാനോ അതിന് വളരാനോ ഒരു നയാ പൈസയുടെ മുടക്കാനില്ല. ബാക്കി കൃഷിയാണെങ്കിൽ നമ്മൾ പറയുന്നത് ഉഴുത് പാകപ്പെടുത്തണം, വളം ചേർക്കണം, വെള്ളം ചേർക്കണം, അതുപോലെ വിത്ത് പാകണം, അതിനെ മുളപ്പിക്കണം, അതിനെ ശ്രദ്ധിക്കണം എന്നൊക്കെ നമുക്ക് ന്യായം പറയാനുണ്ട്. ഫ്രഷ് മത്സ്യം കൊണ്ട് പിടിച്ചു കൊണ്ടുവരാൻ പിടിക്കാനുള്ള അധ്വാനം അല്ലാതെ വേറെ ഒരു നയാ പൈസയുടെ മുടക്കില്ലാതെയാണ് അതിന് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നത്. അള്ളാഹു കൊണ്ട് പറഞ്ഞു അവിടെ, നിങ്ങൾ ധരിച്ചു കൊണ്ടിരിക്കുന്ന ആഭരണങ്ങൾ, മുത്തും പവിഴവും ഒക്കെ ആ കടലിനകത്താണ്. ഏറ്റവും വിലപിടിപ്പുള്ള മുത്തും പവിഴവും കിടക്കുന്നത് ആ കടലിനകത്താണ്. ഇതൊക്കെ സംവിധാനിച്ചു വെച്ചിരിക്കുന്ന നാഥൻ, ആ നാഥന്റെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആലോചിക്കാൻ തയ്യാറാവുക. അവന്റെ ആ സൃഷ്ടി കർത്തൃത്വത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കുക. അതാണ് നമ്മളെ അള്ളാഹു സൂചിപ്പിക്കുന്നത്. അള്ളാഹു പറയുന്നു, അഫറഅയ്തും മാ തഹ്റുസൂൻ, നിങ്ങൾ കൃഷി ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? അൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ, അതിനെ മുളപ്പിച്ച് വളർത്തുന്നത് നിങ്ങളാണോ അല്ലെങ്കിൽ നാമാണോ? നമുക്കെന്ത് പങ്കാണുള്ളത്? നമ്മൾ കൃഷിയുടെ ഉഴുത് പാകപ്പെടുത്തി വിത്ത് പാകി വളം ചേർത്ത് വെള്ളമൊഴിച്ച് തിരിച്ചു പോരുന്നു. അതിൻ്റെ വളർച്ചയിൽ, അതിൽ മുളച്ചു വരുന്നതിൽ, അതിൽ കാർഷികോൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നതിൽ, അതിൻ്റെ വിളവ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അതൊക്കെ സ്വാഭാവികമായി ഈ പ്രപഞ്ചത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. അതിൽ അള്ളാഹു ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു നിയമവ്യവസ്ഥയുണ്ട്. ആ നിയമവും വ്യവസ്ഥയും അനുസരിച്ചുകൊണ്ടാണ് അതിൻ്റെ ഓരോ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു നമ്മളോട് ചോദിച്ചത്, ഞങ്ങൾ ഈ കാര്യത്തിൽ അള്ളാഹു നമുക്ക് കൃഷിയെ സംബന്ധിച്ചിടത്തോളം, നിങ്ങളുടെ കൃഷിയെ സംബന്ധിച്ച് പോലും നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നിങ്ങളാണോ അതിനെ വളർത്തിക്കൊണ്ടുവരുന്നത്, മുളപ്പിച്ച് വളർത്തിക്കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ നാം ആണോ അതിനെ മുളപ്പിച്ച് വളർത്തുന്നത് എന്നാണ് അള്ളാഹുവിൻ്റെ ചോദ്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ സ്വന്തം ശരീരത്തിലൂടെ, സ്വന്തം ഭക്ഷ്യവസ്തുക്കളിലൂടെ, നാം ഓരോ ദിവസവും ബന്ധപ്പെട്ടിരിക്കുന്ന നിത്യകാര്യങ്ങളിലൂടെ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ആ സൃഷ്ടാവിൻ്റെ മഹത്വവും അവൻ്റെ ഏകത്വവും നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ട് അവനെ മാത്രം ആരാധിക്കുന്നവരായി തീരുക എന്നുള്ളതാണ് അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുന്നത്. അതിന് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖ്വാത്ത് ഉസീകും വഇയ്യായ ബിത്തഖ്വല്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൻ നാസു ദുഖുറൂ നിഅമതല്ലാഹി അലൈക്കും ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹി യർസുഖുകും മിനസ് സമാഇ വൽ അർദ് ലാ ഇലാഹ ഇല്ലാ ഹുവ ഫഅന്നാ തുഫകൂൻ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് അങ്ങേറ്റം തെക്കോടെ ജീവിക്കുവാൻ ഒന്നുകൂടി എന്നെയും നിങ്ങളെയും വസിച്ചു ചെയ്യും. ഇപ്പോൾ നാം ഓർമ്മപ്പെടുത്തിയത് ഖാലിഖ് എന്ന നിലക്ക് അള്ളാഹുവിൻ്റെ സൃഷ്ടി മഹാത്മ്യത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്കതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരിക്കാൻ കഴിയും. ഖുർആൻ പല നിലക്കും പറഞ്ഞിട്ടുണ്ട്.
വളരെ ചെറിയ 1-2 കാര്യങ്ങൾ മാത്രമാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ ചില സൂചനകൾ മാത്രം. ഒന്ന്, നമ്മുടെ ശരീരത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ തന്നെ വലിയൊരു അത്ഭുതമാണ്. ആയുഷ്കാലം മുഴുവൻ പഠിക്കാൻ നമ്മുടെ ശരീരശാസ്ത്രമുണ്ട്. വൈദ്യശാസ്ത്രത്തിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളോട് ചോദിച്ചാൽ മനസ്സിലാവും എത്രത്തോളം ഈ ശരീരത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ഇന്ന് വൈദ്യശാസ്ത്ര ശാഖ വിപുലമായില്ലേ? മുമ്പൊക്കെ സ്വാഭാവികമായും ഒരു ഡോക്ടർ, ഒരു MBBS ജനറൽ അവിടുന്ന് പോയി, പിന്നെ തലയ്ക്ക് വേറെ, കാലിന് വേറെ, എല്ലിന് വേറെ, അങ്ങനെ കുറേ മാറി. അപ്പം അവിടുന്നും മാറി. ഓരോ ചെറിയ പാർട്ടിനും മാത്രം വൈദ്യശാസ്ത്രം പുരോഗമിക്കാം. വിരൽ തലപ്പുകൾക്ക് പോലും പ്രത്യേക ശാസ്ത്രം. ഹെമറ്റോളജി എന്ന് പറഞ്ഞാൽ രക്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് മാത്രം വലിയ ശാസ്ത്രശാഖയാണ്. അങ്ങനെ ഓരോന്നും നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കും. നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ചെറിയ പാർട്ട് പോലും എടുത്ത് അതിനെക്കുറിച്ച് ആയുഷ്കാലം മുഴുവൻ പഠിക്കാൻ മാത്രമുള്ള ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ ശരീരത്തിനകത്ത് ഒളിച്ചു വെച്ചിരിക്കുന്ന സർവശക്തനായ പ്രപഞ്ചനാഥനെ ഇനിയും നമുക്ക് മനസ്സിലാക്കാൻ സമയമായില്ലയോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. എന്നിട്ടും നമ്മൾ ദൈവത്തെ നിഷേധിക്കുന്നു. ഒരു പക്ഷേ ദൈവത്തിൽ വിശ്വസിക്കുന്നു, അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ അള്ളാഹു അല്ലാത്ത മറ്റു പലതിനെയും ആരാധിക്കുന്നു, വിളിച്ച് പ്രാർത്ഥിക്കുന്നു, പൂജകളും നേർച്ചകളും വഴിപാടുകളും നടക്കുന്നു. അങ്ങനെ അന്ധവിശ്വാസത്തിൽ മുഴുകിയ ഒരു സമൂഹത്തെ അവരെ യഥാർത്ഥ വിശ്വാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞ 1 നൂറ്റാണ്ട് കാലം നടന്നിരിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ഓർമ്മിക്കുന്ന ഒരു സന്ദർഭം എന്ന നിലയ്ക്ക് തൗഹീദിന്റെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയത് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു മനുഷ്യരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ഹേ മനുഷ്യൻ, ഇത് നിഅമത്തല്ലാഹി അലൈക്കും, അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്നിരിക്കുന്ന നിഅമത്തുകളെ, അനുഗ്രഹങ്ങളെ കുറിച്ച് നിങ്ങൾ ഓർമ്മിച്ചുകൊണ്ടിരിക്കുക. രാവിലെ ബ്രഷ് എടുത്ത് ഒന്ന് ദന്തശുദ്ധി വരുത്താൻ വിരൽത്തലപ്പിലേക്ക് നോക്കുമ്പോൾ ആ വിരൽത്തലപ്പിനകത്ത് അള്ളാഹുവിനെ കാണാൻ സാധിക്കും. കാരണം അതാ ഞാൻ ആദ്യം സൂചിപ്പിച്ച ഫിംഗർ പ്രിന്റ്. ഒരു വിരൽത്തലപ്പിലെ സൂക്ഷ്മമായ രേഖകൾ പോലും ലോകത്ത് കഴിഞ്ഞുപോയവരും ജീവിച്ചിരിക്കുന്നവരും വരാനിരിക്കുന്നവരുമായ കോടാനുകോടി മനുഷ്യരുടേത് തികച്ചും വ്യത്യസ്തമായി സൃഷ്ടിച്ച് സംവിധാനിച്ചിരിക്കുന്ന പടച്ചതമ്പുരാന്റെ സൃഷ്ടി മഹാത്മ്യം ബോധ്യപ്പെടുന്നു എങ്കിൽ സുബൈ നമസ്കരിക്കാത്ത ഒരൊറ്റ പ്രഭാതവും ഒരു മനുഷ്യനുണ്ടാകില്ല. ഊർക്കം വലിച്ചുറങ്ങിയോ ഇന്ന് രാവിലെയും നമ്മൾ പരിശോധിക്കുക. നമ്മൾ അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ അള്ളാഹു പറയുന്നു, നിങ്ങൾ അള്ളാഹുവിന്റെ നിഅമത്തുകളെ കുറിച്ച് ഓർമ്മിച്ചു കൊണ്ടിരിക്കുക. ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹി യർസുഖുക്കും, നിങ്ങൾക്ക് ഏതൊരു സൃഷ്ടാവാണുള്ളത് നിങ്ങൾക്ക് ഭക്ഷണം നൽകാൻ. നമുക്ക് എന്ത് ഭക്ഷണ ഘടകങ്ങൾ വേണമെങ്കിലും, എന്ത് പോഷക ഘടകങ്ങൾ വേണമെങ്കിലും, ശരീരത്തിന് ആവശ്യമായിരിക്കുന്ന ഓരോന്നിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായിരിക്കുന്ന എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമുണ്ടോ അത് ഒന്നിലല്ലെങ്കിൽ മറ്റൊന്ന് എന്ന രൂപത്തിൽ ഇവിടെ അള്ളാഹു സംവിധാനിച്ചു വെച്ചിരിക്കുന്നു. ഒരു ടാബ്ലറ്റിന്റെയും ആവശ്യമില്ല, ഒരു ക്യാപ്സ്യൂളിന്റെയും ആവശ്യമില്ല. ശരീരത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ പോഷക ഘടകങ്ങളും ഭക്ഷ്യവസ്തുക്കളിൽ ലഭ്യമാകുന്നു. അതാണ് ഏറ്റവും സുഖമായിട്ട്. ഏത് ക്യാപ്സ്യൂൾ കഴിക്കുന്നതിനേക്കാളും ഏത് കുറുക്കുവഴികൾ നമ്മൾ സ്വീകരിക്കുന്നതിനേക്കാളും ശരീരത്തിൽ ഒരു കുഴപ്പവുമില്ലാത്ത രൂപത്തിൽ പിറന്നു വീഴുന്ന കുഞ്ഞിന് ആദ്യമായി ഊറ്റിക്കുടിക്കാൻ ആ സ്ഥലങ്ങളിൽ അള്ളാഹു ഒളിച്ചു വെച്ചിരിക്കുന്ന ഏറ്റവും ആദ്യത്തെ മുലപ്പാൽ മുതൽ നമ്മൾ പഠനവിധേയമാക്കുക. അള്ളാഹു നമുക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹം എത്ര വലുതാകുന്നു എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. അള്ളാഹു പറഞ്ഞു, ഈ കാര്യം പറഞ്ഞുകൊണ്ട്, ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു ആരാധ്യനില്ല. അതാണ് നമുക്ക് ഇതിനൊക്കെ ബോധ്യപ്പെടേണ്ടത്. അതുകൊണ്ട് ആരാധനയുടെ മുഴുവൻ ഭാവവും അവന് മാത്രമായിരിക്കണം എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് തെറ്റിക്കപ്പെടുന്നത്? ഈ യഥാർത്ഥമായ വിശ്വാസത്തിൽ നിന്ന് നിങ്ങൾ എങ്ങനെ തെറ്റിപ്പോകുന്നു എന്ന് അള്ളാഹു വളരെ അത്ഭുതത്തോടു കൂടി തന്നെ നമ്മളോട് ചോദിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ അള്ളാഹുവിനെ കൃത്യമായി മനസ്സിലാക്കുക. സൃഷ്ടാവ് എന്ന നിലയ്ക്ക് സൃഷ്ടികർത്തൃത്വത്തിലുള്ള ഏകത്വം അവന് മാത്രം അംഗീകരിച്ചു കൊടുക്കുന്നതോടൊപ്പം ആരാധനാപരമായ ഏകത്വവും അവന് മാത്രം അംഗീകരിച്ചു കൊടുക്കുന്ന യഥാർത്ഥ മുവഹ്ഹിദുകളായി തീരാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സത്യസന്ദേശം മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മിൽ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ആളുകൾക്ക് പടച്ചതമ്പുരാൻ ആശ്വാസം നൽകുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന പലരുമുണ്ട്. പലരും നമ്മളോട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെ എല്ലാം രോഗം ശിഫയാക്കി കൊടുക്കണമേ നാഥ. അവരുടെ ആരോഗ്യത്തോടു കൂടിയുള്ള ആയുസ്സ് പ്രദാനം ചെയ്യണമേ. നമ്മുടെ പല സഹോദരങ്ങളും ഓരോ ദിവസവും മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്കെല്ലാം അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുകയും അവരെയും നമ്മയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യണമേ നാഥ. നാം പല നിലക്കുള്ള പ്രതിസന്ധികളെയും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കും. വിദ്യാഭ്യാസ നയങ്ങളിൽ പോലും വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ നമുക്കറിയാം. അവിടെയെല്ലാം മറ്റു നിലക്കുള്ള ചിന്താഗതികൾ വളർത്തിയെടുക്കുവാൻ, ഈ സമൂഹത്തിൽ വിഭാഗീയതകൾ ഉണ്ടാക്കാനും വർഗീയത വളർത്തിയെടുക്കുവാനും സാധിക്കുന്ന രൂപത്തിൽ സത്യവിരുദ്ധമായിരിക്കുന്ന ചരിത്ര പരാമർശങ്ങൾ പോലും നിർബന്ധമായി പഠിക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മുടെ തലമുറ വളർന്നു വരുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്
നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. വളരെ കൃത്യമായി നമ്മുടെ ബാധ്യതയെ സംബന്ധിച്ച് നമ്മുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാ സന്ദർഭത്തിലും ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. നമ്മുടെ വിശ്വാസം, നമ്മുടെ ആദർശം, നമ്മുടെ സംസ്കാരം അത് നിലനിർത്തുവാനും അത് കാത്തു സൂക്ഷിക്കുവാനും അതിന് യാതൊരു കോട്ടവും തട്ടാത്ത രൂപത്തിൽ നമ്മുടെ രാജ്യത്ത് നമുക്ക് ജീവിക്കുവാനുമുള്ള സംവിധാനം പടച്ചനാ തമ്പുരാനെ നീ ഞങ്ങൾക്ക് ഒരുക്കിത്തരണമേ നാഥ. നാം അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ദാനം ചെയ്തിരിക്കുന്ന വഖഫ് സ്വത്തുക്കൾ പോലും ഭീഷണിയിലേട്ടെ ഈ സന്ദർഭത്തിൽ അത്തരത്തിലുള്ള എല്ലാ കിരാത നിയമങ്ങളിൽ നിന്നും ഞങ്ങൾ നീ രക്ഷപ്പെടുത്തണമേ നാഥ. നമ്മിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, പല കരാറുകളും ലംഘിക്കപ്പെടുകയാണ്. സമാധാനം എന്ന് കേൾക്കുമ്പോൾ ഇപ്പുറത്ത് അക്രമം തുടർന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. സമാധാനത്തോടുകൂടി ആ ഫലസ്തീനിലെ ജനങ്ങൾക്ക് അവരുടെ സ്വന്തം പിറന്ന നാട്ടിൽ ജീവിക്കുവാൻ നീ അവസരം ഒരുക്കി കൊടുക്കണമേ നാഥ. അവിടെ മരണപ്പെട്ടു പോയിരിക്കുന്ന സഹോദരങ്ങളെ ശുഹദാക്കളുടെ പദവിയിലേക്ക് ഉയർത്തി നീ ആദരിക്കണമേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ ഇഗ്ഫിർ ലനാ വലി വാലിദീനാ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനാ സിഗാറ. അല്ലാഹുമ്മ അഹ്യിനാ ലിൽ കിതാബി വസുന്ന. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. توفنا مسلمين والحقنا بالصالحين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم انصر اخواننا في فلسطين. اللهم انصر اخواننا في غزه. اللهم انصر اخواننا في كل مكان. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. امين برحمتك يا رب.